ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ ഉള്ള കോവിഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് അസ്ട്രാസെനക UK കോടതിയിൽ. രക്തം കട്ടപിടിക്കുന്ന രോഗമാണ് പാർശ്വഫലം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് കോവിഷീൽഡ് വാക്സിനെ പറ്റിയാണ്. ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതായത് കോവിഷീൽഡ് വാക്സിനെതിരെ അതിൻ്റെ സേഫ്റ്റിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് കംപ്ലയിൻസ് പോവുകയും കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച ആസ്ട്രാസെനക എന്ന കമ്പനി തന്നെ ഇത് ശരിവെക്കുകയും ചെയ്തു. TTS അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിക് സിൻഡ്രോം ആണ് ഡേഞ്ചറസ് കോംപ്ലിക്കേഷൻ. അതായത് ബ്ലഡിൽ ക്ലോട്ട് ഉണ്ടാക്കുകയും പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതാണ് TTS. ഇനി ഇതോർത്ത് നമ്മൾ ഭയക്കേണ്ടതുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. എങ്ങനെയാണെന്ന് നോക്കാം. കോവിഷീൽഡ് വാക്സിൻ എന്നത് ഒരു വൈറൽ വെക്ടർ വാക്സിനാണ്. ചിമ്പൻസിയിൽ കാണുന്ന വീക്ക് കോൾഡ് വൈറസായ അഡിനോ വൈറസിനെ ഒരു വെക്ടറായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇതിനെതിരെ ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ഇങ്ങനെയുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാരണം ഫീവർ പോലുള്ള മൈൽഡ് സിംറ്റംസ് ചിലരിൽ ഉണ്ടാകാം. എന്നാൽ വളരെ റെയറായി മാത്രം ഈ പറഞ്ഞതുപോലെ TTS അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് കാരണം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പൾമണറി എംബോളിസം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് എത്ര പേർക്ക് വരും എന്നുള്ളതാണ്. കണക്കുകൾ പരിശോധിച്ചാൽ 1 മില്യൺ ആൾക്കാരിൽ 3-4 പേർക്ക് മാത്രമാണ് ഈ സിവിയർ സിംറ്റംസ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെയുള്ള സിവിയർ പ്രോബ്ലംസ് വാക്സിൻ എടുത്ത് എത്ര കാലയളവിൽ സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനം. അതായത് 2 ദിവസം മുതൽ 45 ദിവസത്തിനകം വരെയാണ് ഇങ്ങനെയുള്ള സിവിയർ സിംറ്റംസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്ത് 2 വർഷത്തിന് ശേഷവും നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് കാണുന്ന ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എല്ലാം വാക്സിൻ റിലേറ്റഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ബ്ലഡ് ക്ലോട്ട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകൾ നിലവിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ അനേകമാണ്. D-ഡൈമർ എന്നൊരു ടെസ്റ്റ് നിലവിലുണ്ടെങ്കിലും അത് കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല. നമ്മൾ ചെയ്യേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക, പോഷകാഹാരങ്ങൾ കഴിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളവയാണ്. വാക്സിനെ കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടാതിരിക്കുക. സംശയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. താങ്ക് യു.